ഹായ് എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു അടിപൊളി ട്രിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് എക്സലിൽ എങ്ങനെയാണ് നമുക്ക് ചാറ്റ് GPT ഒരു ആഡിനായി കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ്. എക്സലിൽ നമ്മൾ പോകേണ്ടത് ഇൻസേർട്ട് ടാബിലേക്കാണ്. ഇവിടെ നമുക്ക് ഗെറ്റ് ആഡിൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഈ സെർച്ചിൽ വന്നിട്ട് ചാറ്റ് GPT ഫോർ എക്സൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. സെർച്ച് ചെയ്യുന്നു. ഇതാ കുറച്ച് താഴെയായിട്ട് നമുക്ക് ചാറ്റ് GPT ഫോർ എക്സൽ എന്ന പേരിൽ വന്നിട്ടുണ്ട്. ഇവിടെ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ഇതാ കുറച്ച് സെക്കൻഡ്സ് കൊണ്ട് തന്നെ റൈറ്റ് സൈഡിലായിട്ട് ചാറ്റ് GPT ഫോർ എക്സൽ എന്നുള്ള ആഡിൻ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഡാറ്റയുള്ള എക്സൽ ഷീറ്റ് എടുക്കുകയാണ്. നമ്മുടെ എംപ്ലോയി ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹു ഇസ് ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട്. അതായത് സാധാരണ ചാറ്റ് GPT എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, അതായത് എക്സലിന് വേണ്ടി മാത്രമല്ല, എങ്ങനെ നിങ്ങൾ ചാറ്റ് GPT യൂസ് ചെയ്യുന്നോ അതുപോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് എങ്ങനെയാണ് ചാറ്റ് GPT ആൻസർ തരിക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സെല്ലിൽ വന്നിട്ട് AI.ask എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. AI.ask എന്നുള്ള ഫംഗ്ഷനാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ടൈപ്പ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് പ്രോംപ്റ്റ് ആണ്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടോ, നമുക്ക് ഉടനെ തന്നെ അതിനുള്ള ആൻസർ വന്നിട്ടുണ്ട്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ഈസ് ഓഫൻ കൺസിഡേർഡ് ടു ബി ചാൾസ് ബാബേജ് എന്ന് പറഞ്ഞിട്ട് ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ ക്വിക്കായിട്ട് തന്നെ നമുക്കുള്ള ആൻസേഴ്സ് ചാറ്റ് GPT തരുന്നതായിരിക്കും. നമുക്ക് കോമൺ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഈ എക്സൽ ഡാറ്റയെ പറ്റി അറിയാനും എന്ത് യൂസ് ചെയ്യാം, നമ്മുടെ ഈ ചാറ്റ് GPTയെ യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടെൽ മീ ദ നെയിം ഓഫ് ദ എംപ്ലോയി ഹു ഹാസ് സാലറി 60,000 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനെങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള ഒരു റിപ്ലൈ തരുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് AI.ask എന്നുള്ള ഫംഗ്ഷൻ തന്നെയാണ്. അതിനുശേഷം നമ്മുടെ പ്രോംപ്റ്റ് ഇവിടെ കൊടുക്കുകയാണ്. ആ സെല്ല് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. പ്രോംപ്റ്റാണ് ഫസ്റ്റ് ആർഗ്യുമെൻ്റ് അല്ലേ, അതായത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ കോമ ഇടുന്നു. ഈ ഡാറ്റ അനലൈസ് ചെയ്തിട്ടാണ് ചാറ്റ് GPT നമുക്ക് ആൻസർ തരേണ്ടത്. അതുകൊണ്ട് തന്നെ കോമ ഇട്ടതിന് ശേഷം ഈ ഡാറ്റ റേഞ്ച് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഹെഡർ ഉൾപ്പെടെ കംപ്ലീറ്റ് റേഞ്ച് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആൻസർ തന്നിട്ടുണ്ട്. ദ എംപ്ലോയി വിത്ത് എ സാലറി ഓഫ് 60,000 ഈസ് രവിശങ്കർ. അപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കാം, രവിശങ്കറിന് തന്നെയാണോ 60,000 ഉള്ളതെന്ന്. അപ്പോൾ വളരെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആൻസർ തന്നിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മൾ ചെയ്തത് ജസ്റ്റ് പ്രോംപ്റ്റ് മാത്രം കൊടുത്തു അല്ലേ, ആർഗ്യുമെൻറ്റിൽ പ്രോംപ്റ്റ് മാത്രം കൊടുത്തു. രണ്ടാമത് നമ്മൾ കാണുന്ന പ്രോംപ്റ്റും കൊടുത്തു, അതുപോലെ തന്നെ അതിൻ്റെ റേഞ്ച് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇത്തവണ ഞാൻ പ്രോംപ്റ്റ് വേറെ തന്നെ എഴുതുന്നില്ല, അതിന് പകരം AI.askൽ തന്നെ കൊടുക്കുകയാണ്. പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഉള്ളിലാണ് കൊടുക്കുന്നതെങ്കിൽ അത് കോഡ്സിൽ കൊടുക്കുക. ഞാൻ ഇപ്രാവശ്യം കൊടുക്കുന്നത് വാട്ട് ഈസ് VLOOKUP എന്നുള്ളതാണ്. ഇതാ നമുക്ക് വളരെ കറക്റ്റായിട്ട് തന്നെ VLOOKUP എന്താണ്, അതിൻ്റെ ആർഗ്യുമെൻറ്റ്സിനെ പറ്റിയിട്ടൊക്കെ തന്നെയും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയല്ലേ, എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് AI.fill എന്നുള്ള ഒരു ഫംഗ്ഷനാണ്. ഞാൻ നമ്മുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഒരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത ഒരു സെല്ലിൽ തന്നെ anilkumar@gmail.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം എനിക്ക് ഈ ബാക്കിയുള്ള സെൽസിലൊക്കെ തന്നെയും ഇത് ഫില്ല് ചെയ്ത് കിട്ടണം എന്നിരിക്കട്ടെ. ബാക്കി സെൽസിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് AI.fill എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇതിങ്ങനെ ഇമെയിൽ ID ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് ഇതിനെക്കൊണ്ട് പല യൂസും ഉണ്ട്, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇതിൽ ഞാൻ AI.fill എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എക്സാമ്പിൾ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇതിനൊരു പാറ്റേൺ കാണിച്ചു കൊടുക്കണം, എനിക്ക് ഇതേപോലെയാണ് ഡാറ്റ വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹെഡർ ഉൾപ്പെടെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ സെല്ലിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള anilkumar@gmail.com എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട്, അതായത് നെയിമും ഇമെയിലും സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ ആർഗ്യുമെൻറ്റ്. സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, പാർഷ്യൽ എന്നുള്ളതാണ്. അപ്പോൾ ആ നെയിം കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മുടെ പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ട, നമ്മുടെ ഇമെയിൽ ID കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ കൊണ്ടുള്ള മറ്റൊരു യൂസ് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ കുറച്ച് കൺട്രി നെയിംസ് ഇട്ടിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറൻസിയാണ് എനിക്ക് മറ്റൊന്നിലേക്ക് വരേണ്ടതെന്ന് വിചാരിക്കുക. ഇന്ത്യയുടെ എനിക്കറിയാം റുപ്പീസാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് ബാക്കി ഈ ചാറ്റ് GPT എനിക്ക് എങ്ങനെ ഫില്ല് ചെയ്ത് തരും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സെല്ലിൽ വന്നിട്ട് AI.fill എന്നുള്ള ഫോമുല യൂസ് ചെയ്യുന്നു. എക്സാമ്പിളായിട്ട് ഫസ്റ്റ് സെല്ലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, അതായത് ഹെഡർ ഉൾപ്പെടെ. അതിനുശേഷം സെക്കൻഡ് ആർഗ്യുമെൻറ്റ് പാർഷ്യലാണ്. അത് പാർഷ്യലി ഉള്ള ഡാറ്റ നമ്മൾ കൊടുക്കുന്നു, അതർ കൺട്രീസ്. ഓക്കെ, ദെൻ
പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ബാക്കി കൺട്രീസിൻ്റെ ഒക്കെ തന്നെയും കറൻസി ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്നതിൽ AI.fill അടിപൊളിയാണ് അല്ലേ. ഇനി ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ, അതായത് ഡാറ്റ ക്രിയേറ്റ് ചെയ്തെടുക്കാനും നമുക്ക് ഈ ഒരു ChatGPT യൂസ് ചെയ്യാവുന്നതാണ്. എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ എക്സൽ ഒന്ന് പഠിക്കണം. എക്സൽ പഠിക്കണമെങ്കിൽ കുറച്ച് ഡാറ്റ ഒന്ന് വേണമെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം എന്തൊക്കെയാണ് കോളം ഹെഡർ എന്ന് പറയുന്നത്, എത്ര റോസ് വേണം, എന്തൊക്കെയാണ് ഡാറ്റ വേണ്ടത്, ഇതൊക്കെ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. എൻ്റെ പ്രോംപ്റ്റ് ഇതാണ്: ക്രിയേറ്റ് എ ടേബിൾ ഷോയിങ് പ്രോഡക്റ്റ് നെയിം, മന്ത്, ക്വാണ്ടിറ്റി സോൾഡ് ആൻഡ് ടോട്ടൽ സെയിൽസ്. ഓക്കെ, എൻ്റെ പ്രോംപ്റ്റ് ഇതാണ്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് AI.table എന്ന് ഞാൻ കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് പ്രോംപ്റ്റ് ആണ്. ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് നോക്കാം ക്രിയേറ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. ഇതാ നമുക്കൊരു അടിപൊളി ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഇതിൽ പ്രോഡക്റ്റ് നെയിം ഉണ്ട്, മന്ത് ഉണ്ട്, അതുപോലെ ക്വാണ്ടിറ്റി സോൾഡും ടോട്ടൽ സെയിൽസും, അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ ഹെഡേഴ്സും വെച്ചിട്ട് തന്നെ നമുക്കൊരു ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. അടുത്തതായിട്ട് AI.translate എന്നുള്ള ഓപ്ഷനാണ്. അതായത് പേര് പോലെ തന്നെ ഏതൊരു ലാംഗ്വേജിനെയും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ AI.translate യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഹൗ ആർ യു എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു സെല്ലിൽ വന്നിട്ട് AI.translate എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ആദ്യത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ കോമ ഇടുന്നു. അതിനുശേഷം നമുക്ക് ഏത് ലാംഗ്വേജിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആ ലാംഗ്വേജ് ഒന്നിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ലാംഗ്വേജ് ടൈപ്പ് ചെയ്യുമ്പോൾ അത് എപ്പോഴും കോഡ്സിലായിരിക്കണം, അത് ശ്രദ്ധിക്കുക. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇതാ ഹിന്ദിയിൽ തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് മലയാളം കൂടി ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുമോ എന്നുള്ളത് നോക്കാം. ഇതാ നമുക്ക് കറക്റ്റായിട്ട് സുഖമാണോ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ കുഞ്ഞു വാക്കുകൾ മാത്രമല്ല, വലിയ വലിയ സെൻറ്റൻസ് വരെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ കാണാൻ പോകുന്ന AI.choice ആണ്. അതായത് പേര് പോലെ തന്നെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ വേണമെന്നിരിക്കട്ടെ. അതായത് ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ള മെയിൽ ഓർ ഫീമെയിൽ ആണ്. അതായത് ഇതിലേതാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഡിസ്പ്ലേ ചെയ്യാം. അതല്ലാതെ തന്നെ നമുക്ക് പാസ്ഡ് ആണോ, ഫെയിൽഡ് ആണോ, അപ്രൂവ്ഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ചോയ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്, ചൂസ് മെയിൽ ഓർ ഫീമെയിൽ ബേസ്ഡ് ഓൺ നെയിം എന്ന് പറഞ്ഞിട്ട്. ഇനി ഈ ഫോമുല എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് AI.choice എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മുടെ ഡാറ്റയാണ്, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോംപ്റ്റ് ആണ്. ദെൻ നമ്മുടെ പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇതാ നമുക്ക് കറക്റ്റായിട്ട് തന്നെ മെയിലും ഫീമെയിലായിട്ട് തരംതിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നമ്മുടെ ഈ ChatGPTനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുക, കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. നിങ്ങൾക്കും ടോപ്പിക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.